ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ഒരു വർഷം എല്ലാവരും നല്ല പ്രോഫിറ്റബിളായിട്ട് വളരെ സ്ട്രിക്റ്റ് റൂൾസോടെ പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ കുറച്ച് ഗ്ലോബൽ മാർക്കറ്റും ആൻഡ് കൂടുതൽ സ്റ്റോക്സും ഇൻവോൾവ് ആയ ന്യൂസസും നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഡോ ജോൺസ്, S&P 500, നാസ്ഡാക്ക്, ഇത് മൂന്നാണല്ലോ US-ൻ്റെ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ S&P 500 ആൻഡ് നാസ്ഡാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ട്രേഡഡ് ആണ് ആൻഡ് ഡോ ജോൺസ് ഫ്യൂച്ചർ പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 66 പോയിൻറ്റ്സ് അപ്സൈഡ് ആണ്. സോ നമുക്ക് ഇന്നൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ മറിച്ച് മോസ്റ്റ് പോസിബിളി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വിത്ത് 50 to 60 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിലേക്ക്, ഇതിപ്പോൾ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിലേക്കും പോകാം. എന്താണെങ്കിൽ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ എന്തായാലും ഗ്യാപ്പ് അപ്പ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജാപ്പനീസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. തായ്വാൻ വെയിറ്റഡ് ഫ്ലാറ്റ് ആണ് ആൻഡ് ഹാങ്സങ്ങും ഓൾസോ ഇത്തിരി നെഗറ്റീവായിട്ട് നിൽക്കുകയാണ്. ബട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലനിർത്തിക്കൊണ്ടാണ്. ആൻഡ് നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങളറിയാം, ഇന്നലെ വരച്ചിരുന്ന ലെവൽസ് അതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ന് ഞാൻ അതൊന്ന് റിമൂവ് ചെയ്ത് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. മാർക്കറ്റ് ഈ ഒരു ലോയിൽ നിന്ന് 25,800 റേഞ്ചിൽ നിന്നും മാർക്കറ്റ് ഹൈയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിച്ചു. ആൻഡ് മാർക്കറ്റിൻ്റെ ഒരു മെയിൻ ലിക്വിഡിറ്റി ഏരിയ 26,300 ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് നിലവിൽ മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ 26,238 എന്ന സോണിലേക്ക് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കാനായിട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നല്ലൊരു സെല്ലിംഗ് സോണായിട്ട് ഇത് ആക്ട് ചെയ്യാം. 26,325 എന്ന് പറയുന്ന സോൺസ് മാർക്കറ്റിൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരണം. അപ്പോൾ കുറച്ചും കൂടെ മൈന്യൂട്ട് ലെവലിൽ ഇന്നലത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇന്നലെ നിങ്ങളിവിടെ നോക്കുമായിരിക്കും അവസാനത്തെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു ക്വിക്ക് സെൽ ഓഫ് നടന്നിട്ടുണ്ട്. സോ ഇന്ന് ആ മാർക്കറ്റിൻ്റെ ഈ സോൺസ്, അതായത് 26,180 എന്ന് പറഞ്ഞ സോൺസ് ഒന്ന് സൂക്ഷിക്കുക. ആ ഏരിയയിൽ എന്താ നടന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ആ ഏരിയയിൽ മാർക്കറ്റ് മേ ബി ഒരു ചെറിയ സെല്ലിംഗ് പ്രഷർ എടുക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇന്നത്തെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സോൺ 26,106 ആണ് ആദ്യ സോൺ. ഈ ഒരു ഏരിയ മാർക്കറ്റിൽ ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് 26,100 എന്ന് പറഞ്ഞ സോണ്. ആൻഡ് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,970 എന്ന് പറഞ്ഞ ഏരിയ ഇതൊരു നല്ല ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ആ രണ്ട് സോണും ഒന്ന് മാർക്ക് ചെയ്യുന്നതിനോടൊപ്പം 25,882 ഇത്രയാണ് ഇൻട്രാഡേ ലെവൽസ് നമ്മൾ പ്രധാനപ്പെട്ട സോൺസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയാസിൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു പ്രൈസ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഏരിയാസ് മൈന്യൂട്ട് ലെവലിൽ മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, അപ്പം 26,183 എന്ന് പറയുന്ന ഈ സോണ് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കണ്ടറിയണം. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് പുതിയ ഫ്രഷ് സോൺസിലേക്ക് പോകാം. അതായത് ഈ ഓൾ ടൈം ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് സോൺസ് മാർക്ക് ചെയ്യാം. അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഇൻ ബിറ്റ്വീൻ സോൺസിലായിരിക്കും ഇനി അതുവരെയുള്ള നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കിടക്കുന്ന നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇൻ ബിറ്റ്വീൻ ആണ്. അതിൻ്റെ മാർക്കറ്റ് ഒരിക്കൽ ടെസ്റ്റ് ചെയ്ത സോൺസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ എന്താണ് നിഫ്റ്റി ബാങ്കിലെ ഒരു പ്രൈസ് ആക്ഷൻ എങ്ങനെയായിരുന്നു കൂടെ നമുക്കൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. നിഫ്റ്റി ബാങ്ക് കണ്ട സിമിലർ പ്രൈസ് ആക്ഷനാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആൻഡ് മാർക്കറ്റ് ഇന്നലെ ആ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ട് കൊണ്ടുവരുന്ന സോണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു എന്താ പറയുക മൊമെൻറ്റം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 hour ചാർട്ടും കൂടെ നമുക്ക് നോക്കാം. 1 hour കാണാൻ നേരത്ത് അറിയാം ഇതൊരു മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ നേടാനുള്ള പോസിബിലിറ്റി ഉള്ള സോണാണ് 59,800. ആൻഡ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 60,000. അപ്പം നിഫ്റ്റി ബാങ്ക് നമ്മൾ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല പ്രൈസ് ആക്ഷൻ മാർക്കറ്റിൽ ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റ് എവിടെ നിന്നാണ് നല്ല രീതിയിൽ ബൈയിങ് പ്രഷർ കാണിച്ചതെന്ന് 58,740 നിന്ന് നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട്. സോ ഒന്ന് കൂൾ ഓഫ് ആവാനായിട്ട് മേ ബി ഒരു ചെറിയ സെല്ലിംഗ് പ്രഷർ ആയിരിക്കാം ഇന്നലെ നമ്മൾ കണ്ടത്. ആൻഡ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയാസ് മൈന്യൂട്ട് ലെവലിൽ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഈ ഒരു പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അടുത്ത ന്യൂ ഓൾ ടൈം ഹൈ താമസിക്കാതെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഇന്ന് വേറെ എന്തൊക്കെ സ്റ്റോക്സിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ന്യൂസ് ബേസിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സ് ഏതെന്ന് ചോദിച്ചാൽ ജിൻഡാൽ പോളിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലോ സ്റ്റാൻഡ്സ് 12.8 crores ആണ്. അതിൻ്റെ റവന്യൂവിൽ ചെറിയ സിങ്ക് ചെയ്തിട്ടുണ്ട്. 1,134 കോടിയിൽ നിന്ന് 410 എന്ന രീതിയിലേക്ക് മോസ്റ്റ്ലി 63% ഒരു കുറവ് റവന്യൂവിൽ നമ്മൾ ജിൻഡാൽ പോളി ഫിലിംസിനുണ്ടായിട്ടുണ്ട്. പിന്നെ പല GST നോട്ടീസുകളും വരുന്ന സമയമാണ് കമ്പനികൾക്ക്.
അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് ന്യൂസസ് ഉണ്ട്. ഇപ്പോൾ NBCCക്ക് പുതിയ ഒരു ഓർഡേഴ്സ് വന്നിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഇപ്പോൾ അവൈലബിൾ ആണ്. 220 crores ഓർഡേഴ്സ് കാനറ ബാങ്ക് നവോദയ വിദ്യാലയ സമിതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. GE ഷിപ്പിംഗ് കമ്പനിക്ക് ഒരു കോൺട്രാക്ട് വന്നേക്കെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് മീഡിയം റാങ്ക് ടാങ്കർ അക്വയർ ചെയ്യാനുള്ള ഒരു കോൺട്രാക്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും പോസിറ്റീവ് ന്യൂസാണ് കമ്പനിക്ക്. പിന്നെ റെഡിംഗ്ടൺ ഒരു GST ഡിമാൻഡ് നോട്ടീസ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം CGST ഗുരുഗ്രാം കമ്മീഷണറേറ്റിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലൂ ഡോട്ട് എക്സ്പ്രസിനും അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ന്യൂസസ് ഉണ്ട്. പിന്നെ അദാനി എന്റർപ്രൈസസിന്റെ ഒരു ന്യൂസസ് പറയുന്നത് അക്വിസേഷൻ ന്യൂസാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മളൊരു ഫ്ലൈറ്റ് സിമുലേഷൻ ടെക്നിക് സെന്ററിന്റെ അക്വിസേഷനോട് ബന്ധപ്പെട്ട് അദാനി എന്റർപ്രൈസസ് ആൻഡ് ഡിഫൻസ് മൂവ്മെന്റ് നടത്തുന്നതായിട്ടുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം 39% ഷെയർ ഹോൾഡിങ്ങിന്റെ ഏകദേശമുള്ള ധാരണകളും പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ള പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇത്രയൊക്കെയുള്ള ന്യൂസസ് ആണ് ഇന്ന് പോസിബിളി ഉള്ളത്. ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഒരുപാട് ട്രേഡിംഗ് സെറ്റപ്സ് ആയി വരുന്നത് കൊണ്ട് നമുക്ക് നല്ല നല്ല ട്രേഡിംഗ് സെറ്റപ്സ് കിട്ടുന്നുണ്ട്. അപ്പം കുറച്ച് നല്ല റിക്കോ ഓട്ടോ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഡെവലപ്പായി വരുന്നുണ്ട്. ഇന്നലെയൊക്കെ നല്ല മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. സോ ഇന്ന് നല്ലൊരു മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു റിക്കോ ഓട്ടോയിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ് ടെനിക്കോ ക്ലീൻ എയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു നല്ല ട്രേഡിംഗ് സെറ്റപ്സ് ഡെവലപ്പായി വരികയാണ്. അപ്പം നല്ല മൂവ്മെന്റ് ഞാൻ ഒരു 520-22 എബോവ് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ വാച്ച് ചെയ്യുകയാണ് ടെനിക്കോ ക്ലീൻ എയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ എല്ലാവരും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. നല്ല പ്രൈസ് ആക്ഷൻ കാണുന്നുണ്ട്. ഈ ഒരു ഹൈയിൽ നിന്ന് IPO ഹൈയിൽ നിന്നും ഒരു മാർക്കറ്റ് ഒരു മൂവ്മെന്റിനുള്ള അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ വാച്ച് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ ആണ്. ഇപ്പോൾ ഒരു ബേസ് ഏരിയയിൽ നിന്നും മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. ഇപ്പോൾ നിലവിൽ 367 റേഞ്ചിൽ നിൽക്കുകയാണ്. ഇപ്പം നോക്കാം, വരുന്ന ദിവസങ്ങളിലുള്ള മൂവ്മെന്റിന്റെ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ട്രേഡിംഗ് സെറ്റപ്സ് മാർക്കറ്റ് ഡെവലപ്പായി വരുന്നത് കൊണ്ട് തന്നെ ലൈവ് മാർക്കറ്റിൽ കുറച്ചുകൂടെ നല്ല ട്രേഡ്സ് എടുക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഇതുവരെയൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഇതല്ലാത്തവർ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അപ്പം നല്ലൊരു വിശ്വസ് നേർന്നുകൊണ്ട് ന്യൂ ഇയർ വിശ്വസ് നേർന്നുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.